മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, നമ്മളെ വീണ്ടെടുത്തവനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനും നമ്മളെ വിടുവിക്കുന്നവനും എല്ലാം യേശുക്രിസ്തു തന്നെയാണ്. നമ്മൾക്ക് പൊതുവായിട്ടൊരു ശത്രുവുണ്ട്, പിശാച്, അല്ലേ? അവനിങ്ങനെ അലറി വിളിക്കുന്ന സിംഹത്തെ പോലെ നടക്കുവാണ്. പിതാവിൻ്റെ ഇടതുഭാഗത്ത് നിന്നുകൊണ്ട് നമ്മളെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ സന്നിധിയിൽ അല്ലെ പ്രസൻസിൽ ഡ്വെല്ല് ചെയ്യുന്ന വസിക്കുന്ന വ്യക്തികൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾക്ക്, ഭയത്തോടുകൂടി ദൈവത്തിന് വഴി, റെസ്പെക്റ്റിൽ നിന്നുള്ള ഭയത്തോടുകൂടി ദൈവത്തിന് വഴിയിൽ നടക്കുന്ന വ്യക്തികളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചെയ്യും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. 31-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, കർത്താവ് സ്നേഹത്തിന് നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ്, ഐ താങ്ക് യു ആൻഡ് പ്രൈസ് യു, മിസ്റ്റർ വർഷിപ്പ് യു, ഹല്ലേലൂയ ഫാദർ ഗോഡ്. അങ്ങേന്റെ പോലെ ഒരു ദൈവമില്ല, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹവുമില്ല കർത്താവ്. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ടും ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതിനായിട്ടും കർത്താവേ, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുക കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. വചനത്തിന്റെ മർമ്മങ്ങൾ പറഞ്ഞു തരണമേ കർത്താവ്. യേശുവിൻ നാമത്തിൽ ആമേൻ. പിതാവ് അങ്ങേക്കായിട്ടും പുത്രാണ്ട് ഹോൾസ്പിക് കൊണ്ടായിട്ട് നന്ദി പറയുന്നു. ഹോൾസ്പിക് ഗോഡ് ടീച്ച് ചെയ്യണേ, യേശുവിൻ നാമത്തിൽ ആമേൻ. 31-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകാം. അപ്പോൾ 32-ാമത്തെ സങ്കീർത്തനത്തെ പറ്റി പറയുവാണെങ്കിൽ ഡേവിഡിന്റെ സങ്കീർത്തനമാണ്. ഡേവിഡ് എഴുതിയതാണ്. ഇത് എപ്പോൾ എഴുതിയത് എന്നുള്ളതിനെ പറ്റി വലിയ പെടുത്തൽ നമുക്ക്. ഇപ്പോൾ ഒരു കാര്യം അറിയാം, ഒരുപക്ഷെ കിങ് സോൾ അല്ലെ, ഷൗൽ ഇട്ടുകൊണ്ട് ഓടിച്ചു വരുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ എന്താ അബ്ശാലോം സ്വന്തം മകൻ തന്നെ ഓടിച്ചുകൊണ്ട് നടന്ന സമയത്തുമായിരിക്കും. എപ്പോഴാണ് നമുക്ക് അറിഞ്ഞത്. പക്ഷെ എന്താന്ന് വെച്ചാലും ഡേവിഡ് വളരെ അപകടത്തിലായിരിക്കുന്ന സമയത്ത് ഡേവിഡ് എഴുതുന്ന ഒരു ഇത് സാമാണിത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഡേവിഡ് തന്റെ കഷ്ടപ്പാടിനെ പറ്റിയാണ് എഴുതുന്നെങ്കിലും നമുക്കറിയാം, ഡേവിഡ് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന, ഓൾഡ് കവനന്റില് സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഫറ്റാണ്. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാര്യത്തെ പറ്റി എഴുതിക്കൊണ്ടിരുന്ന പ്രോഫറ്റാണ്, യേശുക്രിസ്തുവിനെ പറ്റിയൊക്കെ, അല്ലെ? അപ്പൊ ഡേവിഡ് ഒരു പ്രോഫറ്റായിരുന്നു. അപ്പൊ ഡേവിഡ് ഈ സാം എഴുതിയിരിക്കും ശരിക്കും പറഞ്ഞാല് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. നമുക്ക് വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറ്റും. എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ള വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 19-20 അങ്ങ് 2 വാക്കുകൾ. പക്ഷെ സാം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. 24 വാക്കുകളോട് പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 31 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യഹോവേ, ഞാൻ നിന്റെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്റെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ. അപ്പൊ ഇവിടെ പ്രാർത്ഥനയാണിത്. ഇത് എന്താ പറയുക, വർഷിപ്പ് ചെയ്യുവാണ്, അല്ലെ? പ്രാർത്ഥനയും വർഷിപ്പും വിശ്വാസവും എല്ലാം കൂടിക്കലർന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പം നമുക്കറിയാം, ഇവിടെ ഇത് ഡേവിഡ് തന്റെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു അല്ലെ ഗെത്സമനയിൽ വെച്ചിട്ട്, ക്രോസ് ഓഫ് കാൽവറിയിൽ വെച്ചിട്ട് എല്ലാം യേശുവിന്റെ ആ ഒരു സങ്കടം, അല്ലെ, യേശു എന്താ പറയുക, കടന്നുപോയ കാര്യത്തെ പറ്റി, അല്ലെ, കടന്നു പോകാനിരിക്കുന്ന തന്നെ ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് പ്രോഫസി പറയുമായിരുന്നു. അപ്പൊ അന്ന് കടന്നു പോകാനിരിക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുമായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഇന്ന് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ ഈ വചനങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 5-ാമത്തെ വാക്ക്: നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം, മത്തായിക്കകത്ത് എഴുതിയിരിക്കുന്ന കാര്യം, അല്ലെ? യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടത്തെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കാലുകളോ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. യേശുക്രിസ്തുവിനെ, നമ്മുടെ രക്ഷകനെ, പിതാവ് ശത്രുവിന്റെ കയ്യിൽ, പിശാചിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല, അല്ലെ? നാശത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്തു. യേശുക്രിസ്തു
നമുക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരി പാപമായി തീർന്നിരുന്നു. ഒരു പാപം പോലും ഒരിക്കൽ പോലും ചെയ്യാത്ത വ്യക്തി അല്ലെ, നമ്മൾക്ക് വേണ്ടി കംപ്ലീറ്റ് പാപമായി തീർന്നിരുന്നു അല്ലെ. അപ്പൊ കംപ്ലീറ്റ് പാവമായിട്ട് തീർന്ന യേശുവിനെ പിതാവ് എന്താ പറയുക നാശത്തിന്റെ കയ്യിലേക്ക് കൊടുത്തില്ല, പക്ഷെ അവിടുന്നെല്ലാം ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ വാക്കോട് ശത്രുവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചില്ല, എന്റെ കാലുകളൊന്ന് വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അപ്പൊ ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കിങ് ഷൗല് ഇട്ടുകൊണ്ട് ഓടിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം പോലും ഡേവിഡിനെ ഷൗലിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല, കിങ് സോളിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. അബ്ശാലോം ഡേവിഡിനോട്ട് ഓടിച്ചു, പക്ഷെ അവിടെ ഒന്നും ഒരിക്കലും ദൈവം എന്താ പറയുന്നത് ഡേവിഡിനെ തന്റെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടേ ഇല്ല. 9ാമത്തെ വാക്കോട്ടെ യഹോവേ എന്നോട് കൃപ ഉണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, വ്യസനം കൊണ്ട് എന്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു, എന്റെ ആയുസ് ദുഃഖം കൊണ്ട് എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു, എന്റെ അകൃത്യം നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. എന്റെ അകൃത്യം നിമിത്തം എന്നല്ല, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന സിന്ന് കാരണം, പാപം കാരണം. പാപം എന്ന് പറഞ്ഞു ഇപ്പൊ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നെങ്കിൽ എന്താ പറയുക, നമ്മളുടെ പാപം മൊത്തം യേശുവിന്റെ തലയിലാണ് പിതാവ് വെച്ച് കൊടുത്തത്. അപ്പൊ ഡേവിഡിനെ സംബന്ധിച്ച് ഡേവിഡിന്റെ പാപമുണ്ട് അല്ലെ, ഡേവിഡിന്റെ സ്വന്തമായിട്ടുള്ള പാപമുണ്ട്. പക്ഷെ യേശുവിനെ പറ്റി എഴുതിയതായതുകൊണ്ട് യേശുവിന് പാവമില്ല, നമ്മളുടെ പാവം മൊത്തം യേശുവിന്റെ തലയിലായിരുന്നു ചുരുക്കം. 10ാമത്തെ വാക്ക് തൊട്ട് 11 തൊട്ട് എന്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായിരിക്കുന്നു, എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ, എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടു ഓടിപ്പോകുന്നു, മരിച്ചു പോയവരെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു, ചുറ്റും ഭീതി എന്ന അവസ്ഥ ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്യുന്നു, എന്റെ ജീവനെ എടുത്തു കളയാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കും. നമ്മുടെ ജീവിതം പിതാവിന്റെ കയ്യിലാണ്, യേശുവിന്റെ കയ്യിലാണ് അല്ലെ. നമുക്ക് അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇനി 18, 19, 20 വാക്കുകളിലേക്ക് വരുമ്പോ ഡേവിഡ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുക, ദൈവത്തിന്റെ നന്മയെപ്പറ്റി കരുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ കയ്യിലാണ് നമ്മളുടെ കാലഗതികൾ, നമ്മുടെ ദിവസം ദൈവത്തിന് അറിയാം, നമ്മൾ എന്താ ചെയ്യുന്നുള്ള ദൈവത്തിന് അറിയാൻ കൃത്യമായിട്ടായിരുന്നു. നമ്മളെ ഒരിക്കൽ പോലും വിട്ടു പോകത്തില്ല, നമ്മളെ ഒരിക്കൽ പോലും വിട്ട് കളയാൻ താല്പര്യമില്ലാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം അല്ലെ. ഇനി 15ാമത്തെ വാക്കൂട്ട് എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ, നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്, ദുഷ്ടന്മാർ ലജ്ജിച്ചു പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്ദയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അതിരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്ദയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അതിരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യൻ പുത്രന്മാർ കാണിക്ക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ വെക്കും. നീ അവരെ നാവുകളുടെ വാഗ്ദാനത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്നു ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ. യഹോവ വിശുദ്ധന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്ന ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞു, യഹോവയുടെ സകല വിശുദ്ധന്മാരുള്ളവരെ അവനെ സ്നേഹിപ്പി. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവ മനുഷ്യരെ കാക്കുന്നു, യഹോവ തന്നെ വിശ്വസിക്കുന്നവരെ കാക്കുന്നവൻ അല്ലെ. 18ാമത്തെ വാക്ക് 18-20 വരെയുള്ള വാക്കുകളാണ് എനിക്കിന്ന് സംസാരിക്കുള്ളത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീതിമാന് വിരോധമായ ഡംഭത്തോടും നിന്ദയോടും കൂടെ ധാർഷ്ട്യം
സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണിക്ക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ചു നിന്റെ സന്നിധിയിലെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ കാണത്തിൽ നിന്ന് രക്ഷിച്ചു ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. അവ പ്രൊട്ടക്ഷൻ വരുന്നത്, വിടുതൽ വരുന്നത് യേശു ക്രിസ്തുവിൽ നിന്നാണ് അല്ലെ. നമ്മൾക്കെതിരായിട്ട് സംസാരിക്കുന്ന നാവുകളിൽ നിന്ന്, നമുക്കെതിരായിട്ട് എന്താ പറയാ കോൺസ്പിറസി ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന്, മനുഷ്യരുടെ തീരുമാനമല്ല നമ്മൾ നശിപ്പിച്ചു കളയണം എന്നുള്ളതിൽ നിന്ന്. അപ്പൊ ഒരു കാര്യം നമുക്കറിയാം, ദൈവം നമ്മൾ വിടുവിക്കാറുണ്ട്. പ്രൊട്ടക്ഷൻ ദൈവത്തിൽ നിന്നും ഉള്ളതാണ്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നു മാത്രമാ അല്ലെ, നമ്മള് ദൈവത്തെ ആശ്രയിച്ചാൽ മതി. ദൈവത്തിന്റെ പ്രസൻസിൽ, ദൈവത്തിന്റെ സന്നിധിയിലെ മറവിൽ മറയ്ക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ കയ്യിൽ നിന്നും എന്താ പറയുക, മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിളിച്ച് നിന്റെ സാന്നിധ്യത്തിലെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാലത്ത് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഉറപ്പിക്കും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയില്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആണ് ആ മറവ് ഉള്ളത് അല്ലെ, ആ പ്രൊട്ടക്ഷൻ ഉള്ളത്. അപ്പൊ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമുള്ള പ്രൊട്ടക്ഷൻ, ദൈവത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ. അപ്പൊ അവന്റെ സന്നിധിയിൽ വസിക്കുന്ന വ്യക്തികൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. അവന്റെ സന്നിധിയിൽ വസിക്കുന്ന വ്യക്തികൾ നമ്മൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം, ഡേവിഡ് പറഞ്ഞിരിക്കുന്ന മനുഷ്യരെ പറ്റിയാണെങ്കിൽ പോലും മനുഷ്യരുടെ നാവിന്റെ എന്താ പറയുക വക്കാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക മനുഷ്യരുടെ നാവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും, പക്ഷെ നമുക്കെതിരായിട്ട് സംസാരിക്കുക, മനുഷ്യർ വഴി സംസാരിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേരാണ് പിശാച്. അപ്പൊ പിതാവിന്റെ ഇടത്തെ വശത്ത് നിന്നുകൊണ്ട് നമുക്ക് എതിരായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കുറ്റങ്ങൾ മൊത്തം പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് പിതാവിന്റെ വലംഭാഗം എന്ന് പറഞ്ഞ ശക്തിയെ കാണിക്കുന്ന യേശു ക്രിസ്തു ഉണ്ട് അല്ലെ, ഹൈ പ്രീസ്റ്റ് ആയിട്ട് നമ്മുടെ ഒപ്പമുണ്ട്. അപ്പൊ നമ്മൾ അവനിലായിരിക്കാം, അവന്റെ പ്രസൻസിലായിരിക്കാം. യേശു ക്രിസ്തുവിന്റെ പ്രസൻസിലായിട്ട് നമുക്ക് ഹൈഡിങ്ങിനായിട്ടുള്ള പ്ലേസുള്ളൂ. യേശുവിന്റെ പ്രസൻസിലാണ് നമുക്ക് വിടുതലുള്ളൂ. യേശുവിന്റെ പ്രസൻസിലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളു. അപ്പൊ നമുക്ക് യേശുവിന്റെ പ്രസൻസിൽ ജീവിക്കുന്ന വ്യക്തികളും യേശുവിനെ വിശ്വസിക്കുന്നവരും വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നവരും ദൈവത്തിന്റെ കമാൻഡ്മെന്റ് കേൾക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിട്ടും ദൈവത്തെ ഭയപ്പെടുന്നവരുമായിരിക്കും. യേശുക്രിസ്തു അല്ലെ, യേശുക്രിസ്തു പിതാവിനെ ഭയപ്പെട്ടിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചു എന്താ പറയുക നടന്നു എന്നല്ല പറയുന്നത്, വിശ്വാസത്തിൽ നിന്ന് പിന്നെ സ്നേഹത്തിൽ നിന്ന്, ഒരാളോടുള്ള വിശ്വാസവും സ്നേഹവും ഉള്ളപ്പം അദ്ദേഹത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു റെസ്പെക്റ്റിൽ നിന്ന് വരുന്ന ഒരു ഭയം. നമുക്കറിയാം 11ാമത്തെ ചാപ്റ്റർ, ഐസയുടെ 11ാമത്തെ ചാപ്റ്ററിൽ യേശുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു ഡിലൈറ്റ് ചെയ്തിരുന്നു ദൈവത്തിന്റെ ഭയത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൊട്ടക്ഷനെ പറ്റി ഈ സങ്കീർത്തനത്തിനകത്ത് ഡേവിഡ് തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശത്രു ആയിട്ടുള്ള കിങ് ഷൗൽ അല്ലെങ്കിൽ സോള് തന്നെ ഓടിച്ചോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അബ്ശാലോമാണെങ്കിൽ അങ്ങനെ ആരായാലും ഓടിച്ചോണ്ടിരിക്കുന്ന ഡേവിഡ് അവരുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരണമെന്ന് പറയുന്നു. യഹോവയെ വാഴ്ത്തുന്നു. തന്റെ വിശ്വാസത്തെ കാണിക്കുന്നു അല്ലെ. ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എത്രമാത്രമാണ് എന്താ പറയുക, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കായിട്ട് ദൈവം കരുതിയിരിക്കുന്ന ഗുഡ്നസ് എന്നതിനെ പറ്റിയെല്ലാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ പ്രേസ് ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ സങ്കീർത്തനം പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് അല്ലെ. യേശുക്രിസ്തുവിന്റെ ക്രോസിലെ മരണത്തെ പറ്റിയാണ്. അവിടെ നിന്ന് യേശുക്രിസ്തു ഉയർത്തിക്കൊണ്ട് പിതാവ് വരുന്നതിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് എങ്ങനെയാണ് എഴുതിയത് അതുപോലെ നമ്മൾ വിചാരിക്കുവാണെങ്കിൽ നമുക്കറിയാം, ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ പ്രൊട്ടക്ഷൻ ഉള്ളത്. മനസ്സിലാക്കുക. ദൈവത്തിൽ നിന്ന് അകലെയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല അല്ലെ. പിശാച് അല്ലറി വിളിച്ച് സിംഹം പോലെ നടക്കുന്നത്, ഒരു പേര് ദൈവത്തെ മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കും, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും, നമ്മൾ ദൈവത്തില് മറിഞ്ഞിരിക്കുന്ന വ്യക്തികളാകുമ്പോൾ പിശാചിനെ കാണാൻ പറ്റത്തില്ല, ദൈവത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, നമ്മളെ കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെ അവന് ഉപദ്രവിക്കാൻ പറ്റത്തില്ല, ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. അപ്പൊ അതാ പിതാവ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾക്ക് എന്താ പറയണ ഒളിഞ്ഞിരിക്കുക. അവൻ നമ്മളെ ഒളിച്ചിരുത്താൻ തയ്യാറാണ്. 27ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ അതന്നെയാ പറഞ്ഞിരിക്കുന്നത്
അല്ലെ? ഡേവിഡ് വഴി അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കണമെന്നാണ് ദൈവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് തന്നെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മുഖത്തിന്റെ ബ്യൂട്ടി കാണാം. പിന്നെ കാര്യങ്ങളെ പറ്റി എൻക്വയറി അല്ല, ട്രബിളിന്റെ സമയത്ത് ദൈവം തന്റെ പവലിയൻ, തന്റെ സീക്രട്ട് പ്ലേസിൽ തന്നെ നമ്മളെ ഒളിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒളിപ്പിക്കണമെന്ന താല്പര്യം. അപ്പൊ നമ്മൾ സന്നിധിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. വിസിറ്റേഴ്സ് ആകാതിരിക്കാൻ നമുക്ക് എന്നും സന്നിധിയിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനെപ്പറ്റി എനിക്കിന്ന് പറയാനുള്ള പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവ്, അങ്ങയുടെ സന്നിധിയിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവ്. അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങയുടെ അങ്ങോട്ടുള്ള ഫിയറിൽ കർത്താവ് ഞങ്ങൾ ഡിലൈറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ജീസസ്. അങ്ങയുടെ വില്ല് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. പ്രൊട്ടക്ട് ചെയ്യണേ കർത്താവ്. ഞങ്ങൾക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് സൈറ്റൻ കർത്താവ്. പക്ഷേ മാസ്റ്റർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നും തന്നെ, അവന്റെ ഒരു വർക്കും തന്നെ കർത്താവ് അടുത്ത് വരാത്ത രീതിയിൽ 91ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ കർത്താവെ, അങ്ങയുടെ സീക്രട്ട് പ്ലേസ് ജോലി ചെയ്യുന്ന ആൾക്കാരെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ലോർഡ് ഫാദർ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.